ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ ചെമ്പാമംഗലത്തെ മുഴുവൻ ഒറ്റുകൊടുത്തതിന് മഹാദേവന്റെ കയ്യിൽ നിന്നും നോട്ടുകെട്ടുകൾ വാങ്ങുന്ന മാലതി പറയുന്നുണ്ട്, അയ്യോ ഈ സാറിന്റെ കാര്യം ആടിനെ പ്ലാവില കാണിക്കുന്ന പോലാണ് ഈ സാർ എന്റെ നോട്ടുകെട്ടുകൾ കാണിക്കുന്നത്. എനിക്ക് വയ്യ ഈ സാറിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് പണം മേടിക്കുന്ന മാലതിയും, മാത്രമല്ല കാർത്തികിന്റെ കുഞ്ഞ് എന്റെ വൈശാഖമോന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ചെമ്പാമംഗലത്തേക്ക് ഒരു ഇടിച്ചു കയറി ചെല്ലുന്ന താരകപ്പണിക്കറും ഭർത്താവും അവിടുന്ന് അടിയും കിട്ടി തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ മരുമകൻ ജഗദീഷ് ഇല്ലാഞ്ഞത് ഭാഗ്യമെന്ന് പറയുന്ന താരകപ്പണിക്കരുടെ ഭർത്താവും, അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളെ എന്ത് ചെയ്യും, മൂക്കെ വലിച്ചു കയറ്റുമോ എന്ന് ചോദിക്കുന്ന നമ്മുടെ താരകപ്പണിക്കർ ചോദിച്ചു വന്ന് നിൽക്കുന്നത് നമ്മുടെ ജഗദീഷിന്റെ മുന്നിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അയ്യോ, ജഗദീഷ് കൺമുന്നിൽ ജീവനുള്ള ജഗദീഷ് തന്നെയാണോ ഇത്, അതോ പേടിച്ചിട്ട് എനിക്ക് തോന്നിയാണോ ചേട്ടാ എന്ന് ഭർത്താവിനോട് ചോദിക്കുവാൻ. എടി, ഇത് നമ്മുടെ മകളുടെ ഭർത്താവ് ജഗദീഷ് തന്നെയാണടി, അവന്റെ മുഖത്തെ ആ കൊലവറി കാണുമ്പോൾ തന്നെ നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്ന താരകപ്പണിക്കന്റെ ഭർത്താവും ഇത് കണ്ട് അന്തം വിട്ട് കുന്തം പിഴിഞ്ഞ് അടക്ക് നിൽക്കുന്ന താരകപ്പണിക്കരുമാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റുന്ന രാവിലെ പ്രഭാതമാണ്. പ്രഭാതത്തിൽ നമ്മുടെ ACP എന്താണ് ഓഫീസിൽ പോകാൻ വേണ്ടി യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. കൂടെ നമ്മുടെ മീനാക്ഷി കുട്ടിയും ഉണ്ട്. അപ്പം പിന്നെ പൂമുഖത്ത് എല്ലാവരും ഉണ്ട്. അന്നേരം നമ്മുടെ രാജലക്ഷ്മി പറയുന്നുണ്ട്, മോനെ ആരാണെങ്കിലും അത് കണ്ടുപിടിക്കണം, വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കണം. കാരണം ഇത്രയും ധൈര്യം, അതാ ചെമ്പകമംഗലത്ത് വന്ന് കള്ള ID പ്രൂഫുമായിട്ടൊക്കെ വന്ന് ആളെ കൊല്ലാൻ വരുന്നവൻ ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ വലിയൊരു കണ്ണി തന്നെയുണ്ട്, ആരാണെന്ന് മോൻ കണ്ടുപിടിക്കണം. മുത്തശ്ശി പേടിക്കേണ്ട ആവശ്യം ഇല്ല. അവനെ ഇങ്ങോട്ട് അയച്ച ഏജന്റിനെ എന്താണ് പോലീസുകാർ പൊക്കിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യം ആര് തന്നെ ആയാലും 100% ഞാനത് കണ്ടുപിടിച്ചിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോകാൻ പോയപ്പോഴത്തേനും എന്താണ് നമ്മുടെ മുത്തശ്ശി വിളിക്കും, മോനെ കാർത്തിക് നിക്ക് മോനെ എന്ന് പറയും. എന്താ മുത്തശ്ശി എന്ന് ചോദിക്കും. മോനെ, ഇതിനെല്ലാം കാരണം എന്താണെന്ന് അറിയാവോ, അന്ന് നീയും മീനാക്ഷിയും കൂടി നടത്തിയ സർവേശ്വര പൂജ നീ തന്നെ തെറ്റിദ്ധാരണയിൽ പേരിൽ അലങ്കോലപ്പെടുത്തി കളഞ്ഞു മോനെ എന്ന് പറയും. അത് മുത്തശ്ശി, അന്ന് മൈഥിലിയെ ഒളിപ്പിച്ചു വെച്ചത് മീനാക്ഷിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു, എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും വളരെ കുറ്റബോധമുണ്ടെന്ന് പറയും മീനാക്ഷിയോട്. എന്നിട്ട് മീനാക്ഷിയുടെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കും. മീനാക്ഷിയുടെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന കാണുമ്പോൾ നന്ദിനി അമ്മയ്ക്കും മുത്തശ്ശനും എല്ലാം വളരെ സന്തോഷമാണ്. കാരണം എനിക്കതിനുള്ള കുറ്റബോധമുണ്ടെന്നും കൂടെ പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായത് കണ്ടിട്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നാ മുത്തശ്ശി ഞാൻ എന്താണ് ഇതിനു വേണ്ടി എന്ത് ചെയ്യേണ്ടത് മുത്തശ്ശി പറ, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, മോനെ മുടങ്ങിപ്പോയ പൂജ നീ എന്ത് ചെയ്യണം, വീണ്ടും നടത്തണം. നീയും മീനാക്ഷിയും കൂടി ചേർന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും നവദമ്പതികളാണ് എന്ന് പറയും. അപ്പോൾ പറയും, എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ മുത്തശ്ശി, ഞാനും മീനാക്ഷിയും കൂടി ചേർന്ന് തന്നെ ആ പൂജ എന്ത് ചെയ്യും, എത്രയും വേഗം ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി തന്നെ ഞങ്ങൾ ആ പൂജ ചെയ്യും എന്ന് പറയുമ്പോഴത്തേനും അവർക്കെല്ലാം സന്തോഷമായി. സത്യം പറയുവാണ്, ഇതിലൊരു മുടക്കവും പറ്റത്തില്ല മുത്തശ്ശി, ഞാൻ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറയും. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മൈഥിലി ആ ജനലിന്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചങ്ങനെ രാക്ഷസിയെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ അത് കേട്ട് സന്തോഷമായിട്ട് പറയും, കുറെ നാളായി ഈ കുടുംബത്തിൽ എല്ലാവരും ഒരേ മനസ്സാണ്, ഇതാണ് കുടുംബം ഒന്നിച്ചു കൂടുമ്പോഴാണ് ഇമ്പമുള്ള കുടുംബം ഉണ്ടാവുന്നത്, മഹാലക്ഷ്മി വിളങ്ങുന്ന കുടുംബമായിരിക്കുവാണ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരുടെയും മുഖത്ത് ചിരിയും സന്തോഷമൊക്കെയാണ് എല്ലാവരുടെയും മുഖത്തും. ഈ സമയത്ത് നമ്മുടെ മൈഥിലി അവിടെ കമ്പി പിടിച്ച് നിന്നുകൊണ്ട് പറയുവാണ്, ഈ പൂജ ഞാൻ നടത്തില്ല, ഈ കുടുംബത്തെ ഞാൻ തകർക്കുക തന്നെ ചെയ്യും, ഇത് സത്യം, ഞാൻ കാണിച്ചു കൊടുക്കാം, എല്ലാത്തിനും കാണിച്ചു കൊടുക്കാം, ആ കിളവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നങ്ങനെ പുലമ്പിക്കൊണ്ട് എന്ത് ചെയ്യുവാണ്, നിൽക്കുവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹാദേവനെയും മാലതിയാണ് കാണിക്കുന്നത്. അപ്പം ഈ മഹാദേവൻ ഒരു റോഡരികിൽ ഇവളെയും കാത്തിങ്ങനെ നിൽക്കുവാണ്. നേരെ ഇവളെ കണ്ടപാടെ പറയുന്നുണ്ട്, മാലതി കുട്ടികളുടെ സ്കൂളിൽ പോയിരിക്കുകയാണെന്ന് ഒരു ദൂതൻ വഴി ഞാൻ അറിഞ്ഞു, തിരിച്ചു വരുന്നത് ഈ വഴി ആയിരിക്കുമല്ലോ, അതാണ് ഞാൻ ഇവിടെ കാത്തു നിന്നതെന്ന് പറയും. ദൂതനോ? ഏത് ദൂതൻ സാർ എന്താ ഈ പറയുന്നത്? അതൊക്കെയുണ്ട്, ഞങ്ങൾക്ക് വിവരങ്ങളെല്ലാം ചോർത്തി തരുന്ന ഒരു ദൂതനുണ്ട്. ആ ദൂതന്മാരെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് പറയും. ആ ദൂതനെ എന്നോട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ മാലതിയെ കാണാൻ വന്നേന്ന് പറയും. സാർ ഒരു ഫോൺ ചെയ്താൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ടങ്ങ്
പിന്നെ വരുമായിരുന്നല്ലോ നമ്മുടെ മാലതി ചോദിക്കും. ഫോൺ ചെയ്യുന്നത് മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കിയതാണ്. ഞാനെങ്ങാനും കഷ്ടകാലത്തിന് ഫോൺ ചെയ്യുമ്പോൾ മാലതിയുടെ ഭർത്താവ് ആ കാർഗോടൻ ജഗദീഷ് എങ്ങാനും കണ്ടാലോ എന്ന് ചോദിക്കും. അവൻ നിന്നെ എടുത്തിട്ട് ചെണ്ട കൊട്ടുന്ന കണക്ക് കൊട്ടുമല്ലോ അന്നേരം എന്ന് പറയും. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കും ഞങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല, അത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണെന്ന് ഈ മഹാദേവൻ പറയും. അപ്പോഴത്തേനും എന്താണ് മാലതി പറയുന്നുണ്ട്, കക്കാൻ പഠിച്ചാലേ നിൽക്കാനും പഠിക്കണം സാറേ. ഒരു ഫോണൊക്കെ വന്നാലേ ജഗദീഷ് ഏട്ടനെ മനോഹരമായി പറ്റിക്കാനൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അത് പോട്ടെ, കാത്തു നിന്ന കാര്യം പറ സാറേ എന്ന് പറയും. ആരാ മാലതി ആ ചെമ്പകമംഗലത്ത് ആ സുന്ദരി? ചെമ്പാമംഗലത്ത് സുന്ദരിയോ? എന്താ സാറേ ഈ പറയുന്നത്? ചെമ്പാമംഗലത്ത് സുന്ദരി പെണ്ണോ? ഞാൻ അറിയാത്ത ഏത് സുന്ദരി പെണ്ണാണ് സാറേ ചെമ്പകമംഗലത്തുള്ളത് എന്ന് പറയും. അത് ആ ജയറാമിനെ തട്ടാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇത് കണ്ടിട്ട് വിളിച്ചു കൂവിയ ആ സുന്ദരി പെണ്ണിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അവള് മൈഥിലിയല്ലേ? അവൾ സുന്ദരി പെണ്ണാണെന്ന് ആരാ സാറിനോട് പറഞ്ഞത്? ആ കണ്ടവന്റെ കണ്ണിന് എന്തെങ്കിലും വല്ല കുഴപ്പമായിരിക്കും അവള് സുന്ദരിയാന്ന് കണ്ടേന്. അവള് സുന്ദരിയൊന്നും അല്ല സാറേന്ന് ഈ മാലതി പറയുവാണ് ചെയ്യുന്നത്. അത് മൈഥിലിയാണെന്ന് പറഞ്ഞാൽ പറയും, കാർത്തികിന്റെ മുൻ ഭാര്യയല്ലേ? അപ്പൊ ഇപ്പോൾ അവിടെയാണോ എന്ന് ചോദിച്ചു. ഇതെന്തൊരു കഥ എന്ന് നമ്മുടെ ഈ മഹാദേവൻ ചോദിക്കുവാണ്. അവൾ നിന്റെ ആങ്ങളയുടെ കൂടെ എങ്ങാണ്ട് മുങ്ങിയതല്ലേ, അവിടുന്ന് തിരിച്ചു വന്നോന്ന് ചോദിക്കും. മാലതി പറയും, അതേ പോയി ഇതാ വന്നു. ആ തേപ്പുകാരി എന്റെ സഹോദരനെ പറ്റിച്ചെന്താണ് തേച്ചിട്ട് ഇപ്പൊ അവിടെ എന്താണ് കേറി വന്നിരിക്കുവാണെന്ന് പറയും. അപ്പൊ ഈ തേപ്പുകാരി തിരിച്ചു വന്നപ്പോൾ അവളെ സ്വീകരിക്കാൻ ചെമ്പകമംഗലം എന്താ വല്ല വഴിയമ്പലമാണോ എന്ന് ഈ മഹാദേവൻ ചോദിക്കുവാണ് ചെയ്യുന്നത്. സാറേ എന്ത് ചെയ്യാനാ, അവള് വന്ന് അന്നേരം പറയുവാണ്, അവള് എന്റെ ആങ്ങളനെ പറ്റിച്ചിട്ട് എന്ത് ചെയ്ത് അവൾ കുറച്ച് വിഷവും എടുത്ത് എന്താണ് കുടിച്ചിട്ട് അവൾക്ക് അവിടെ ഒരു കരിഞ്ചായ ഇടാൻ പോലും അവൾക്ക് അറിയത്തില്ല, കട്ടൻ കാപ്പി ഒന്നും ഇടാൻ അറിയാത്ത അവള് എന്റെ വീട്ടിൽ എന്റെ അമ്മയുമായിട്ട് പോരെടുത്തിട്ട് കള്ളത്തരം പറയുവാണ്, പോരെടുത്തിട്ട് അവൾ അവിടെ എന്തെന്നാ അവിടെ നിന്ന് ചാടി അവനെയും തേച്ചിട്ട് എന്താണ് ഇവിടെ ഇങ്ങ് വന്ന് ഇവിടെ നിൽക്കുവാണെന്ന് പറയും. അവൾക്ക് ഇവിടെ വലിയ സ്വസ്ഥതയൊന്നും ഇല്ല. എല്ലാരും കൂടി അവളെ എന്താണ് പിച്ച് തിന്നാൻ വേണ്ടി കാത്തിരിക്കുവാണെന്ന് പറയും. അവിടെ പിച്ച് ചീന്തി തിന്നാൻ കാത്തിരിക്കുക സാറേ. അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കൂടെ അവളെ അവിടുന്ന് ആടി ചോട്ടിച്ച് വിടും. അവളെ അവിടെ കാർത്തികിന്റെ ഭാര്യയായിട്ടൊന്നും അവര് വെച്ചേക്കത്തില്ല എന്ന് പറയും. അപ്പൊ ഇവൻ പറയും, പറ്റത്തില്ല, അവളെ നീ നിന്റെ കൂടെ കൂട്ടണം, നിന്റെ കൂടെ കൂട്ടി അവളെ നീ സ്നേഹിച്ച് നിന്റെ വഴിക്ക് ആക്കണം എന്ന് പറയും. എനിക്ക് അവളെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. എന്റെ ആങ്ങളയുടെ കൂടെ അവൾ ഓടിപ്പോയി, കാർത്തികിനെ വഞ്ചിച്ചിട്ട് അവിടെ ഓടിപ്പോയി, എന്റെ ആങ്ങളെയും തേച്ച് എന്റെ അമ്മയ്ക്കും എല്ലാം ഭാരം കൊടുത്തിട്ട് വന്ന അവളെ എനിക്ക് ഇനി അവളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഞാൻ അവളെ സ്നേഹിക്കത്തൊന്നുമില്ല സാർ, എനിക്കതിന് കഴിയേയില്ല. പറ്റില്ല എന്ന് പറയും. അപ്പോഴത്തേന് ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, പോക്കറ്റിൽ അങ്ങോട്ട് കൈയിട്ടിട്ട് ഒരു 2 കെട്ട് നോട്ട് അങ്ങോട്ട് എടുക്കും. അപ്പോഴത്തേനും പറയും, ഈ സാറിന്റെ ഒരു കാര്യം, ആടിന് പ്ലാവില കാണിക്കുന്ന കണക്കാണ് ഈ സാർ എന്റെ നോട്ട് കെട്ടുകൾ കാണിക്കുന്നത്. എനിക്ക് വയ്യ, ക്യാഷ് കിട്ടിയല്ലേ ഞാൻ മൈഥിലിയല്ല മൂർഖം പാമ്പിനെ ഞാൻ സ്നേഹിക്കും സാറേ, ഞാൻ കൂടെ തന്നെ നിർത്തും കാശ് കിട്ടിക്കഴിഞ്ഞ എന്ന് പറയുവാണ് നമ്മുടെ മാലതി. എന്നിട്ട് എന്തു പറയാം, ഇവളെ എങ്ങനെ സ്നേഹിച്ച് ഇതാക്കാന്നുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോഴത്തേനും അവളിങ്ങനെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട്, ആക്ഷൻ കാണിക്കുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും സാർ എന്താണ് പറഞ്ഞ കണക്കെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കും നമ്മുടെ താരകപ്പണിക്കരും ഭർത്താവും കൂടെ ബൈക്കിലോട്ട് ഇപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ താരകപ്പണിക്കർ പെട്ടെന്ന് പറയുവാണ്, വണ്ടി നിർത്ത്. മനുഷ്യ, വണ്ടി നിർത്താനാടാ പറഞ്ഞ മനുഷ്യ, എന്റെ മനുഷ്യ, ഇയാളുടെ ഒരു കാര്യം, വണ്ടി നിർത്ത് മനുഷ്യ എന്ന് പറയും. ഉടനെ അയാൾ പറയും, എന്തുവാടി? ഇവളുടെ ഒരു കാര്യം, ഇടി നിനക്ക് കടൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഈ വഴി വന്നതെന്ന് പറയും. കടലും കാട്ടാനെയും ഒക്കെ എത്ര കണ്ടാലും മതി വരില്ല. അതുപോലെ തന്നെയാണ് എന്റെ ശത്രുക്കളെയും എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, എനിക്ക് മതിയാവത്തില്ലെന്ന് പറയും. ഇടി ഈ വഴി കടപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞതേ എനിക്കൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ദേ അവിടെ കണ്ടോ എന്ന് ചോദിക്കും. അത് ചെമ്പാമംഗലമല്ലേ? അതാ നമ്മുടെ ബന്ധുവീടാണ്, അങ്ങോട്ട് ചെന്നാലേ അടി വീഴൂന്ന് താരകപ്പണിക്കരുടെ ഭർത്താവ് പറയുകയാണ്. അങ്ങോട്ട് ചെന്നാലേ നിനക്ക് അടി വീഴൂന്ന് പറയും. എനിക്ക് അടി കിട്ടും.
കിട്ടിയ അടിക്കെല്ലാം പകരം ചെയ്യണം മനുഷ്യ. അത് കൈകൊണ്ടൊന്നുമല്ല, നമുക്ക് ബുദ്ധി കൊണ്ട് വേണം പകരം ചെയ്യാന്ന് പറയും. എടി നീ എന്താടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മനുഷ്യ, നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. എന്റെ മനുഷ്യ, നമ്മുടെ മകൻ മതമിളകിയ കൊമ്പനാനിയെ പോലെ അലഞ്ഞു തിരികെയല്ലേ. അവനെ തളയ്ക്കണമെങ്കിൽ അവന്റെ ഭാര്യയെ നമുക്ക് തിരികെ കൊണ്ടുവരണം. ആ മൈഥിലിയെ, അവൾ അതിന്റെ അകത്തുണ്ട്. നീ എന്താ ഈ മണ്ടത്തരം പറയുന്നത്? നമ്മൾ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമോ? ഓ, വിളിച്ചു നോക്കാം. അവളെ ഇവിടുത്തെ പെണ്ണുങ്ങൾ അവളെ പൊരിക്കുവാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ നമുക്കൊന്ന് വിളിച്ചു നോക്കാന്ന് പറയും. എടീ താരകേ, ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല താരകേ. എന്റെ താരകേ, അവിടെ ആണെങ്കിൽ കിടന്ന് കടിപിടിയൊന്നും കൂടാൻ എനിക്ക് വയ്യ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരി മനുഷ്യ. നിങ്ങൾ ഒരു ഭർത്താവായി ഒരു വാഴക്കൈ കാറ്റിൽ പിറകിൽ ആടുന്നത് പോലെ അങ്ങ് നിന്നാ മതി. ബാക്കി കാര്യമെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അതിന് അവള് കൂടെ വരുമോ? നമ്മുടെ മകനെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണ്ടേ? അതിന് അവൾ വന്നാലല്ലേ പറ്റൂ. നമ്മുടെ വൈശാഖിനെ ഇവിടിട്ട് തല്ലിയതിന് പകരമായി നമുക്ക് ചെമ്പകമംഗലത്ത് ഒരു ബോംബിടാൻ പോവുകയാണ്. ബോംബോ? എന്താടി? നമ്മുടെ കുഞ്ഞിനെ കാണാൻ എന്ന് പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുന്നത്. നമ്മുടെ കുഞ്ഞിനെയോ? അതെ, നമ്മുടെ മോളെ, മൈഥിലി പ്രസവിച്ച കുഞ്ഞെ. മൈഥിലി പ്രസവിച്ചിട്ട് മീനാക്ഷി നടക്കടിച്ചിട്ട് പോയ ആ കുഞ്ഞിനെ കാണാനാണ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. എടി, ഈ ബോംബ് നമ്മൾ ഇന്നാളും അവിടെ കൊണ്ടിട്ടതല്ലേ? അതിന് നമുക്ക് നല്ല അടി കിട്ടിയതല്ലേ ഇവിടെ എന്ന് ചോദിക്കും. മംഗലം ഒന്ന് നമുക്കൊന്ന് പുകയ്ക്കണം, അത്രയേ ഉള്ളു എനിക്ക്. അവിടെ ഉള്ളവരെല്ലാം എന്താണ് ഒന്ന് പുകയട്ടെ എന്ന് പറയും. അന്നേരം എന്തോ അറിയോ? എടി, നമ്മൾ അങ്ങനെ കയറി ചെന്നാ പ്രശ്നം ആവത്തില്ലേ? അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, താരക പണിക്കർ ചോദിക്കുവാണ്, എടി നീ ആ കുഞ്ഞിനിടാൻ കൂട്ടുന്ന സ്വർണ്ണ വള എന്തിയെന്ന് ചോദിക്കും. ഇത് സ്വർണ്ണ വളയൊന്നും അല്ല മനുഷ്യ, 20 രൂപയ്ക്ക് വാങ്ങിയ ചെമ്പിന്റെ വളയാ. സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞിനങ്ങ് ഇടാം. 28 കെട്ടാനും നമ്മൾ ഒന്നും കൊണ്ട് ഇട്ടില്ലല്ലോ. നമുക്ക് നമ്മുടെ വൈശാഖിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോയി 20 രൂപയുടെ വള ഇട്ടിട്ട് വരാമെന്ന് പറയും. എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറും. ആ മനുഷ്യ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറുമ്പോഴാണ് നന്ദിനി സാവിത്രിയും കൂടെ എന്താണ് പിന്നെ പൂന്തോട്ടത്തിൽ നിന്ന് അവര് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പം സാവിത്രി ഇവരെ കാണുന്നില്ല. നന്ദിനി കണ്ടിട്ട് പറയുന്നു, ഓ, ഇന്നിവിടെ നല്ല സമാധാനമുണ്ടെന്ന് കരുതിയിരുന്ന ദേ ടിക്കറ്റ് എടുത്ത് വരികയാ സമാധാനക്കേടുകൾ. ആരാണ് നന്ദിനിയേട്ടത്തി? എന്തോ ഈ പറയുന്നത്? പിച്ചുപേയും പറയുന്ന പോലെ. സാവിത്രി അങ്ങോട്ട് നോക്ക്, നിലാവത്ത് കോഴി ഇറങ്ങിയതുപോലെ 2 എണ്ണവും വരുന്നു. എത്ര കിട്ടിയാലും മതിയാവത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സാവിത്രി പറയാ. കണ്ടിട്ട് വഴക്കിനൊന്നും പോണ്ട സാവിത്രി, വഴക്കിനൊന്നും പോണ്ട. നമുക്ക് എന്താണെന്ന് വെച്ച് നമുക്ക് ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജഗദീഷിന്റെ അമ്മായി അച്ഛനും അല്ലേ എന്ന് പറയും. ഓ, ഒരമ്മയും അച്ഛനും മുതലക്കണ്ണീര് കണ്ടാശാലും മതി ഇതിന്റെയൊക്കെ വരുന്നു. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, പിരി ഇളകി നടക്കുന്ന പെണ്ണുമ്പളയാ, സൂക്ഷിക്കണം എന്ന് നമ്മുടെ സാവിത്രി പറയുവാണ്. അപ്പോഴത്തേനും എന്താണ് താരക പണിക്കര് തന്നെ സാവിത്രി എന്താണ് അങ്ങോട്ട് അടുത്തോട്ട് വരുക. എന്നിട്ട് ചോദിക്കുക, താരക പണിക്കറും തങ്കപ്പ പണിക്കറും കൂടി വന്നത് എന്തിനാണോ ആവോ? അപ്പോഴത്തേനും അയാൾ പറയുവാണ്, അയ്യോ, തങ്കപ്പൻ പണിക്കരൊന്നും അല്ല, ഞാൻ മന്മഥ പണിക്കരാ. ഏതോ ഒരു പണിക്കര്. എന്തിനാണ് ഇങ്ങോട്ട് നിങ്ങൾ കെട്ടി എഴുന്നള്ളിയത്? ഞങ്ങളാണെങ്കിൽ ബോറടിച്ച് ഇരിക്കുവായിരുന്നു. നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായെന്ന് പറയും. എന്റെ മരുമകളെ കൂടെ വിളിക്കാം എന്ന് നമ്മുടെ സാവിത്രി പറയുവാണ്. അപ്പൊ നമ്മുടെ താരക പണിക്കർ ചോദിക്കുവോ, ഏത് മരുമകള്? മൈഥിലിയോ? അയ്യോ, അവൾ റിട്ടയർഡായി പോയതല്ലേ. ഇതെന്റെ സ്വന്തം മരുമകൾ, നന്ദിനി ഏട്ടത്തിയുടെ സ്വന്തം മകൾ എന്ന് പറയും. എന്നിട്ട് അകത്തോട്ട് നോക്കി വിളിക്കുക, മീനാക്ഷി മോളെ, മീനാക്ഷി, ഇടി ചക്കരെ, ഇങ്ങ ഇറങ്ങി വാടി. ദേ പണിക്കര് വന്നിരിക്കും, നമുക്ക് കലാപരിപാടികളൊക്കെ നമുക്കൊന്ന് തുടങ്ങണ്ടേന്ന് ചോദിക്കും. അപ്പോഴത്തേനും എന്താണെന്നറിയോ, ഈ പെണ്ണുമ്പള കലാപരിപാടികളോ? എന്നിട്ട് വയ്ക്കും. അപ്പോഴത്തേനും നമ്മുടെ മീനാക്ഷി ചോദിക്കുക, എന്തിനാ താരകപ്പണിക്കാരൊക്കെ ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന് ചോദിക്കും. അതെ, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ വന്നതാ. നിങ്ങളുടെ കുഞ്ഞിനെയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കണ്ടേ ഒക്കത്തോളെന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ മാലതി ഇറങ്ങി വരുന്നുണ്ട്. അയ്യോ, നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾ എന്തിനാ വന്ന്? ജഗദീശേട്ടനുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ തല്ലി കൊല്ലും, എന്നെയും കൊല്ലും. നിങ്ങളൊന്ന് പോന്ന് പറയും. അങ്ങനെ പോവാന്ന് വന്നേല്ലടി, ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ വന്നതാന്ന് പറയും. ഇപ്പൊ നന്ദിനി പറയും, ദാ നിൽക്കുന്നു നിങ്ങളുടെ മോള്. പിന്നെ നിങ്ങൾക്ക് ഏത് കുഞ്ഞെന്ന് ചോദിക്കും. ഞങ്ങളുടെ മോളെ വൈജയന്തിമാല. വൈജയന്തിമാലയോ? അതെ, നിങ്ങള് വൈഗ എന്ന് പേരിട്ടു, ഞങ്ങൾ അതിനെ വൈജയന്തിമാല എന്നാക്കി എന്ന് പറയും. 28 കെട്ടിന് പോലും ഒന്നും ഞങ്ങള് വന്നില്ല. അപ്പൊ ഞങ്ങളെ കുഞ്ഞിന് ഒരു വളയൊക്കെ കൊണ്ട് വന്നതാ, സ്വർണ്ണ വള ഇടാൻ.
നമ്മുടെ നന്ദിനിക്ക് ദേഷ്യം അങ്ങ് വരും. ഇന്ന് വരെ ദേഷ്യം വരാത്ത നന്ദിനിക്ക് ഭയങ്കര ദേഷ്യം അങ്ങ് വന്നിട്ട് നന്ദിനി അങ്ങോട്ട് പറയുവാണ് ചെയ്യുന്നത്, നിങ്ങളുടെ മകളോ, നിങ്ങൾ താൻ്റെ ഈ വൃത്തികെട്ട അനാവശ്യം മുഴുവൻ, അത് കാർത്തികയുടെ കുഞ്ഞാണ്, നിങ്ങൾ ഈ വൃത്തികെട്ട അനാവശ്യം മുഴുവൻ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെടിക്കകത്ത് വെച്ചിരുന്ന ഒരു ചാക്ക് ചുറ്റി ഒരു കമ്പുണ്ട്, പണ്ട് വൈശാഖ എടുത്ത കമ്പ്, ആദ്യം ഇങ്ങോട്ട് നമ്മുടെ നന്ദിനെ പോയി വാലി ചൂരി നിങ്ങളെ ഞാൻ ഇന്ന് അടിച്ച് കൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം നന്ദിനിയിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു ഇത് ആരും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നുപോയി. നിൽക്കുമ്പോഴത്തേനും നമ്മുടെ സാവിത്രിയും പിന്നെ മീനാക്ഷി എല്ലാം കൂടെ കയറി പിടിക്കും, അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മ വിടമ്മേ, എന്തോ അമ്മ ഈ കാണിക്കുന്നേ, വിടമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ആ കമ്പ് ഇങ്ങനെ പിടിച്ചു വലിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ സാവിത്രി പറയും, പൊക്കോ, എത്രയും വേഗം പോയില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാവും. ഉടനെ മാലതി പറയുന്നോണ്ട് എന്റെ അമ്മയെ നിങ്ങൾ ഒന്ന് പോയി എന്നെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കും, ഒന്ന് പോവമ്മേ നിങ്ങൾ ഇവിടെ നിന്ന് പറയും. അപ്പോഴത്തേനും എന്താണ്, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് താരപ്പണിക്കർ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും എന്താണ്, പോകുന്ന വഴിയിൽ പറയുവാണ്, എന്തുവാ അവള് വെള്ളത്തിന് വാ തുറക്കാത്ത പെണ്ണായിരുന്നു, താടിക്കിട്ട് തട്ടിയാലും അവള് വാ തുറക്കാത്തവളും ആയിരുന്നു നന്ദിനി. അവളിപ്പം കണ്ടില്ലയോ ആ കാണിച്ചു കൂട്ടുന്നത്, അവൾക്ക് പ്രാന്തായിരിക്കും, പിന്നെ അല്ലാതെ എന്തോ അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ ശത്രുക്കളെ നമുക്ക് വെട്ടി വീഴ്ത്തണം, നമുക്കത് പറ്റിയല്ലോ, അത്രയും മതി. ഇത്രയെങ്കിലും എന്താണ് നമുക്ക് അവിടെ പോയി നമ്മുടെ മോനെ അടിച്ചതിന് പകരം ഇത്രയെങ്കിലും കാണിക്കാൻ പറ്റിയല്ലോ, ഓ എനിക്കത് തന്നെ മതി, ധാരാളം എന്ന് പറയും. എടി അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മോൾക്കാണ് എടി നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. മാലതി അവിടെ സുഖമായിട്ട് എന്താണ് താമസിക്കട്ടെ, ആ ജഗദീഷ് എങ്ങാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നമ്മളെ അവൻ എന്ത് ചെയ്യും, അവനങ്ങ് നമ്മളെ മൂക്കയിലോട്ട് വലിച്ചങ്ങ് കയറ്റുവോ എന്ന് ചോദിച്ച് അങ്ങോട്ട് കാലെടുത്ത് അങ്ങോട്ട് നിൽക്കുന്നതും നമ്മുടെ ജഗദീഷ് അങ്ങനെ ഹൈനറ്റിക്കിൽ വന്ന് അങ്ങോട്ട് നിൽക്കുന്നതാണ്. അപ്പോഴത്തേക്ക് താരകപ്പണിക്കർ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ അടുത്ത്, ജഗദീഷ് കൺമുന്നിൽ ജീവനുള്ള ജഗദീഷ് തന്നെയാണോ ഇത്? പേടിച്ചിട്ട് എനിക്ക് വയ്യ, അയ്യോ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഈ സ്വപ്നമെല്ലാം കാണുകയാണോ, ജീവനുള്ളവൻ തന്നെ ആണോ ഇവൻ? എടീ, ഇത് നമ്മുടെ മകളുടെ ഭർത്താവ് ജഗദീഷാണ്. അവനെ കണ്ടില്ലേ, അവന്റെ മുഖത്തെ ആ കൊലച്ചിരി, കൊല വെറിയുമായിട്ട് അവൻ നിൽക്കുവാണ്, നമ്മളെ കുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് കൊമ്പനാനിയെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ, അവൻ നമ്മുടെ മോടെ ഭർത്താവാടി, സ്വപ്നമൊന്നും അല്ലടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോഴത്തേനും ജഗദീഷ് എന്ന് പറഞ്ഞ് നമ്മുടെ താരപ്പണിക്കർ ഇങ്ങനെ ചിരിക്കുവാണ്. അപ്പോഴത്തേനും നമ്മുടെ ജഗദീഷ് ഹൈനറ്റിക്കിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു മുണ്ടൊക്കെ പിടിച്ചൊരു വരവുണ്ട്. എന്തേ ഇങ്ങോട്ട് എഴുന്നള്ളിയത് താരകപ്പണിക്കർ ഇതൊന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. അതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.